സംഗീത സമാഗമം എന്നുള്ള ഈ സക്സസ്ഫുൾ പ്രോഗ്രാമിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, ഈ ഇൻ ഹരിഹർ നഗറിലെ ഏകാന്ത ചന്ദ്രികയെ അത് ഈ ടു ഹരിഹർ നഗർ വന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതേപോലെ തന്നെ മുകേഷിന്റെ ഗോഡ് ഫാദറിലെ ആ പാട്ടും പൂക്കാലം, ഈ രണ്ട് പാട്ടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ഏതാണ്ട് ബന്ധപ്പെട്ട്. പൂക്കാലം വന്നാൽ ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ? മുകേഷിന് പറ്റില്ല എന്നാണ് എനിക്ക് ഞാനതിൽ കുറച്ച് പോർഷൻസിലെ പൂക്കാലത്തിലുള്ളൂ. പക്ഷെ എനിക്കറിയാം അതേപോലെ ഒരു നൊസ്റ്റാൾജിയ ഉള്ള ഒരു സംഭവമാണ് ഏകാന്ത. ഒന്ന് അതിന്റെ ഒരു മെലഡിയുടെ സുഖമുണ്ട്, റീമിക്സിലും ആ മെലഡിയുടെ സുഖമുണ്ട്, ഒറിജിനലും. അത് നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട പാട്ട് ഏതാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏകാന്ത ചന്ദ്രികയാണെന്ന് ഞാൻ പറയും. സിദ്ദീഖിന്റെ അഭിപ്രായം പിന്നെന്താ? അശോകർ പറയാനുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയും. ഇത് നമ്മുടെ ഫീലിംഗ് ആണ്, നമ്മളെ പുറത്തുനിന്ന് കാണുന്ന വ്യൂവേഴ്സിന്റെ ഫീലിംഗ് ഇത് തന്നെയാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അതല്ലേ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ടു ഹരിഹർ നഗർ ഇറങ്ങുന്നതിന് മുമ്പും നമ്മൾ സ്റ്റേജിലോട്ട് ചെല്ലുമ്പോൾ ഏകാന്ത ചന്ദ്രികയും അല്ലെങ്കിൽ തോമസ് കുട്ടി വിട്ടോടാന്ന് ആളുകൾ വിളിച്ച് പറയുന്നത് അവർ നമുക്ക് തന്നിട്ടുള്ള വിളിച്ചെന്ന് കഴിഞ്ഞാൽ ഏകാന്ത ചന്ദ്രികയാണ് പറയുന്നത് കൂടുതൽ. ആ പാട്ടിനെ കുറിച്ച് അതിന് പറയാനുള്ള ഒരു കാരണം അതിന്റെ മെലഡിയുടെ ലോങ് ലൈഫ് ഉണ്ട്. പിന്നെ മാത്രമല്ല അതിന്റെ തുടക്കമൊക്കെ അറിയില്ല, നമ്മൾ നാലുപേരും കൂടെ ഒക്കെ ഞരമ്പ് വലിച്ചു മുറുക്കി ഒന്ന് പാടാൻ ശ്രമിച്ചിട്ട് പിന്നീടായിട്ടാണ് പാട്ട് വരുന്നത്. ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രിക പാടാം. പിന്നെന്താ രസം അന്നോട് ഓർക്കാം. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ അപ്പൊ ഇതൊക്കെ കുറച്ചൊരു ടെമ്പോ ഒന്ന് കൂട്ടി നമുക്കൊന്ന് പാടാം. ആ ഒരു മൂഡിലോട്ട് വരട്ടെ. റെഡി? ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. പിറന്നാളിൻ തിലക്കം പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം. അലഞ്ഞൊറിഞ്ഞൊടുക്കുന്ന മനസ്സേ നിന്റെ മിഴിക്കുള്ളിൽ നിനക്കെന്തൊരിളക്കം. അഴകിലൊരാമുഖമായ ഭാവം അതിലാരും അണിയുന്നൊരിന്ദ്രജാലം. അഴകിനൊരാമുഖമായ ഭാവം അതിലാരും അണിയുന്നൊരിന്ദ്രജാലം.
കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഇത് റീമിക്സിൽ വന്നപ്പോൾ, റീമിക്സ് രണ്ടാമത് അലക്സ് പോളിന്റെ സംവിധാനത്തിൽ വന്നപ്പോൾ ഈ പാട്ടിന്റെ ആ ചാം അതേപടി നിലനിർത്തിയെന്ന് മാത്രമല്ല എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത കാര്യങ്ങളിലും അലക്സ് പോളിൽ മെലഡി കൊണ്ടുവന്നു. അതാണ് അതിൻ്റെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു പാട്ട് ONV സാറൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തു. മാണിക്യ വീണയുമായി കൊണ്ടുവന്നിട്ട് പിന്നെ അതിന്റെ റാപ്പൊക്കെ കൊണ്ടുവന്ന് മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. That's a teacher for the cat. It's a big kid that I do. When she comes, she knows you can carry 11 G. Peter Wolf has a beat, has a natural level. ഇത് ONV സാർ എങ്ങനെ തെറി വിളിക്കായിരിക്കും. നേരെ മറിച്ച് അവിടെയാണ് അലക്സ് പോളിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ലാലിനും ക്രെഡിറ്റ് കൊടുക്കുന്നത്. 15 പിറന്നാളിൻ തിളക്കം പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം. When I'm with you, I lose my heart. When I'm away, you make me cry, cry, cry. അലഞ്ഞൊറിഞ്ഞൊടുക്കുന്ന മനസ്സേ നിന്റെ മിഴിക്കുള്ളിൽ നിനക്കെന്തൊരിളക്കം. അഴകിനൊരാമുഖമായ ഭാവം അതിലാരും അറിയുന്നൊരിന്ദ്രജാലം. അഴകിനൊരാമുഖമായ ഭാവം അതിലാരും അറിയുന്നൊരിന്ദ്രജാലം. പാലത്ത ചേലത്ത രാവാടയണിഞ്ഞത് കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. അപ്പൊ അത് വന്നപ്പോ ഇംഗ്ലീഷ് തന്നെ ഇതുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഫീല്, ആ സംഭവം ഓരോരുത്തരുടെ ഇമാജിനേഷൻ, ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമാജിനേഷൻ സിദ്ധിക്കുകയാണെങ്കിൽ ഇത് ബ്ലെൻഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. എഞ്ചിനീയർ ആയിട്ടുള്ള ആ പിന്നെ ഹെൽമെറ്റ്, പല്ലുപറിക്കല്, ഹെൽമെറ്റ്, ഇവിടെ മുകേഷ് ആണെങ്കിൽ ആന കുത്താൻ വന്നാൽ സംഗീത സമാഗമാണല്ലോ. നമ്മുടെ ഈ നൊസ്റ്റാൾജിയൊക്കെ നമ്മൾ പങ്കുവച്ചു. ഏകാന്ത ചന്ദ്രിക ഇതേപോലെ മലയാള സിനിമയിലെ മഹാരഥന്മാർ, ഇപ്പോൾ സത്യം മാഷ്, നസീർ സാർ, മധു സാർ, ഇവരൊക്കെ ഇന്നും ജീവിക്കുന്നത് അവരുടെ അഭിനയത്തിലൂടെയും ഈ പാട്ടുകളിലൂടെയാണ്. അവർ പാടിയ ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതേപോലുള്ള പാട്ടുകൾ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോഴും ഇപ്പം എത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അവർ നന്നായിട്ട് പാടിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ദാസേട്ടൻ്റെയൊക്കെ നല്ല വോയിസിൽ. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനം, ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ സിനിമയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരിക്കലും നടക്കത്തില്ല എങ്കിലും അങ്ങനെ ഒരു മോഹം ഉണ്ടല്ലോ. അങ്ങനെ നസീർ സാറും സാറൊക്കെ ഇങ്ങനെ ഓരോ പാട്ട് ഇങ്ങനെ സിനിമയിൽ പാടിയിട്ട് അത് മാറ്റിനി ഷോ കണ്ടിട്ട് ഞാൻ പറയും, ഓ ആ പാട്ടും പോയി, നമുക്ക് ഇനി അതും പോയി എന്ന് പറഞ്ഞാൽ ഇതിൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നും പറഞ്ഞാൽ ബാബുക്കയുടെ മറ്റേ സുറുമ എഴുതിയ മിഴികളാണ്. അതിൽ ഇതിന് റിസംബ്ലൻസ് ഉള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇതുപോലെ എല്ലാ കൊല്ലവും നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ആക്ടർ പറയാറുണ്ട്, ഇക്കൊല്ലവും പോയി. അത് ഒരുപാട് ആക്ടർമാര് ബംഗാളിലൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അത് പറയാറില്ല. ഇല്ലല്ലേ, നമുക്കറിയാതെ എന്നാലും വരേണ്ടത് വരും, വരാനുള്ള വഴി തങ്ങില്ല. അല്ല ഇവിടെ ഇത് വരാനുള്ള വഴി തങ്ങിയേക്കായി. ബാബുക്കയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലെല്ലാം ഒരുപാട് ടാലന്റാണ്. ദേവരാം മാഷിനെ കുറിച്ച്, ബാബുക്കയെ കുറിച്ച്, ദക്ഷിണാമൂർത്തി സ്വാമിയെ കുറിച്ച്, രാഘവ മാഷിനെ കുറിച്ച്, പഴയ ആൾക്കാരെ കുറിച്ച് ഒന്നും നമുക്ക് പറയാനുള്ള യോഗ്യതയില്ല, പറയേണ്ട കാര്യമില്ല. പക്ഷെ ഈ പാട്ടെന്ന് പറയുന്നതിന് ഇനി ഒരു ഹിന്ദുസ്ഥാനി ടച്ച് എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക്, അതേ അവസരത്തിൽ നമ്മുടെ കണ്ണ് നിറയുന്ന, ഹൃദയം നിറയുന്ന പാട്ടുകളിലൊന്നായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, സുറുമയെഴുതിയ മിഴികളെ
കാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. എന്തൊരു മധുരമായ പാട്ട്. നമ്മളെല്ലാരും നന്നായി പാടിയില്ലേ? അല്ല, മുകേഷ് കിടക്കാണ്. മുകേഷും കൂടെ പാടിയിട്ട് സിദ്ദിഖ് പാടിയിട്ട് വീണ്ടും പാടും. അല്ല മുകേഷ് പാടും, പക്ഷെ മുകേഷ് എപ്പോഴും നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇത് ബുക്ക് കൊണ്ടുവന്നില്ല. ബുക്ക് വേണ്ട, ഉള്ള എന്ത് പാടിയാലും കൂടെ പാടും. എന്ത് തുടക്കം ഒരു വാക്ക് മാത്രം. ഇത് എപ്പോഴും എവിടെ പോയാലും ഞാൻ കൊണ്ടുവന്ന ഇപ്രാവശ്യം അല്ല മുകേഷേ, അരിമുരളിരവാണ് ഉദ്ദേശിച്ചത്. അത് വീട്ടിൽ വെച്ച് മറന്നുപോയി. അതിന്റെ ലിസ്റ്റ് ഉണ്ടോ? ഞാൻ വേണേ തരാം. അത് വേണ്ട. മുകേഷിന്റെ പഴയ പാട്ടുകളുണ്ടല്ലോ, മുകേഷ് ഇഷ്ടപ്പെട്ട ചില പാട്ടുകൾ, അതിന്റെ 2 വാക്ക് പറഞ്ഞാൽ നമ്മളെല്ലാരും കൂടെ പാടുന്നു. ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയും. അതിപ്പോ വന്ന് ഇത് തന്നെ ഇറങ്ങിയിരിക്കുകയെന്ന്. പഴയതാണോ പുതിയതാണോ? യേശുദാസ് പാടിയതാണോ ജയചന്ദ്രൻ പാടിയതാണോ? ആരുടെയും മതി, ഏതെങ്കിലും ഒന്ന് പറയും. ഇഷ്ടമുള്ള പറഞ്ഞാൽ മതി. നമ്മൾ പാടും. സുറുമ, നല്ല സുറുമ, നല്ല സുറുമ. അയ്യോ, അടിപൊളി പാട്ടല്ലേ. നല്ല സുറുമ, നല്ല സുറുമ, നല്ല സുറുമ, നല്ല സുറുമ, കുഞ്ചു ചിന്തൂര പൊട്ടു തൊട്ടി മന്ദാര കണ്ണിടയിൽ സുന്ദരി വാരണിയും സുറുമ, നല്ല സുറുമ, നല്ല സുറുമ, മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ, മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ, കുന്നിലെത്തും പുരുഷന്റെ കണ്ണുകെട്ടി നടിക്കുള്ളിൽ പെണ്ണുകെട്ടാൻ നടത്തിക്കും സുറുമ, നല്ല സുറുമ, നല്ല സുറുമ. മലനാട്ടിലും മറുനാട്ടിലും പേര് കേട്ട സുറുമ, ഒരു പല്ലു പോയ കിഴവി കണ്ണിൽ തെല്ല് സുറുമ എഴുതി, ഒരു പല്ലു പോയ കിഴവി കണ്ണിൽ തെല്ല് സുറുമ എഴുതി, മധുര യൗവനം നേടി അവർ മാല വീണ്ടും നേടി, ഒരു പല്ലു പോയ കിഴവി. നീലമേഘം കണ്ണു കണ്ട് പീലി നീർത്തും മയിലുവോ, നീലമേഘം കണ്ട് കണ്ട് പീലി നീർത്തും മയിലുവോ, ഈ ചേരാവും സുറുമ കണ്ട കാമുകന്മാരാടിടും. കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി ഒരു കൊങ്കണ്ണി പെണ്ണന്റെ സുറുമ വാങ്ങിച്ചു. ഉണ്ടായ കണ്ണിലിത് 2 ദിനം എഴുതിയപ്പോൾ കണ്ണിലങ്ങ് താമരകൾ കണ്ണു കണ്ണിലായി. ആർക്ക് വേണം സുറുമ, ആർക്ക് വേണം, ആർക്ക് വേണം സുറുമ, ആർക്ക് വേണം. ചുരുക്കത്തിലൊരു ദിനം കൊല്ലത്തണഞ്ഞു ഞാൻ തിരക്കിട്ട സുറുമ ഞാൻ ചെല്ലുമ്പോൾ, കണ്ണാടിക്കാരി ഒരുത്തി സുന്ദരി മണി വന്നെത്തി, കണ്ണിൽ ഞാൻ സുറുമയിൽ എഴുതിച്ചു. എന്നിട്ടല്ലോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു. കണ്ണൂരു ചെന്നപ്പോൾ പെണ്ണൊരുത്തി കാണാൻ വാങ്ങി നമ്മുടെ സുറുമ കണ്ണിട്ടിട്ട്, മയ്യത്ത് കിടന്നൊരു പുരുഷനപ്പോ അയ്യാ എന്നെഴുന്നേറ്റ് കൂടെ വന്നു. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ അടിവേളി നടക്കുന്നു, മുറുകിഴവിയും ചെറിയുവതിയും കരിമഷി ഇത് വാങ്ങാൻ, കരിമഷി ഇത് വാങ്ങാൻ. നാടായ നാട്ടിലെല്ലാം നാളികലോചനമാ വിടും കുടിയും വിട്ട് സുറുമ വാങ്ങിച്ചു. വാങ്ങുവിൻ സുറുമ വാങ്ങുവിൻ, വീടായാലൊരാണു വേണം, ഒരു രാണായാലൊരാണു വേണം, ആണായാൽ കൂടെ പെണ്ണു വേണം, ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം, ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം, ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം, നല്ല സുറുമ. സുറുമ വേണോ? സുറുമ തളർന്നോ?